പകരം നമ്മൾ കണ്ടുപിടിക്കുന്ന റീൽസുകളാണ്, നമ്മൾ മാത്രം കാണുന്ന റീൽസിൻ്റെ ഓപ്ഷൻ. അതിനാണ് ഇൻസ്റ്റഗ്രാം ഇവിടെ തന്നിരിക്കുന്നത്. കൂടുതൽ വളച്ചൊടിക്കാതെ നമ്മൾ റീൽസ് കാണാം. കമന്റുകൾ വായിക്കാൻ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയാലോ. ലെബനീസോ സിസ്റ്ററോ പ്ലീസ് ഇങ്ങോട്ട് വലിച്ച വരത്തില്ലെന്നല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2016 കാലഘട്ടത്തിലോട്ട് പെട്ടെന്ന് സഞ്ചരിച്ച് നമ്മൾ അവിടെ നിൽക്കുകയാണ്. കൈ പിടിക്കാൻ നിനക്ക് എന്തൊരു തലയാടാ. ഈ പുള്ളിയെ പറ്റി പറയാനാണ് ഒന്നും പറയാനില്ല. കാരണം ഈ വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വൃത്തി കൂടി പ്രാന്തായതാ പ്രശ്നേഷ്. പക്ഷെ ആളൊരു പാവമായി എന്നൂടെ എടുത്തു പറയാം, ആ പാവത്താനാ. പക്ഷെ മണ്ടത്തരം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബിസിനസ് തന്ത്രമായിരിക്കും. അതിനകത്തോണ്ട് റീച്ച് ആകുമ്പോൾ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എടുത്തിട്ട് എല്ലാവരും പാട്ടുന്നുണ്ട് ഇപ്പം. പക്ഷെ പുള്ളി അത് പറയുന്നത് മണ്ടത്തരമാണെന്ന് നമുക്ക് കേൾക്കും തോന്നും. പക്ഷെ ബിസിനസ് തന്ത്രം വല്ല ആയിരിക്കും, ബോച്ച പറയുന്നതൊക്കെ പോലെ തന്നെ. അത് നമുക്കറിയത്തില്ല. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുവാണെങ്കിൽ ആരെങ്കിലും കമന്റ് പറയോ, ആരെങ്കിലും നോക്കൂ. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നടന്നാൽ കമന്റ് ഉറപ്പായിട്ട് പറയും. ഇവര് പറയുന്ന കാര്യങ്ങളില്ലേ റോസൊക്കെ തന്നെയാണ്. അതായത് ഈ പുള്ളി പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, ന്യായത്തിന്റെ പക്ഷമാണ് ഈ പുള്ളി. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് അറിയത്തൂല. നമ്മൾ റീൽസ് മാത്രം കണ്ടിട്ട് ആരെയും വിലയിരുത്താൻ പാടില്ല. പക്ഷെ ഈ പറയുന്ന കാര്യം ന്യായമുള്ള കാര്യമാണ്. കണ്ട ചുണ്ണാണിയും കാണിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് പെണ്ണും കിട്ടും. പക്ഷെ ആമ്പിളേർ കിട്ടത്തില്ല, ആമ്പിളേരെ ഊക്കും. അതാണ് ഇൻസ്റ്റഗ്രാം. ഇതൊക്കെ കാണിച്ച് നടന്നിട്ട് അയ്യോ ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും ചെയ്തില്ല കാണിച്ചാൽ നമ്മൾ പറയും, 100% പറയും. പറയാനാണല്ലോ വാ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പറയാതിരിക്കത്തില്ല, എല്ലാവരും പറയും. ഇതൊക്കെ കാണിച്ചു കിടന്ന് ആരാ പറയാത്ത, എല്ലാവരും പറയും. ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ നാട്ടിൽ തുണിയില്ലാതെ നടന്നത് എല്ലാവരും പറയും. പക്ഷെ തുണി എടുത്തോണ്ട് നടന്നാലോ ആരും ഒന്നും പറയത്തില്ല. ഇപ്പം തുണിയില്ലാതെയും തുണി ഉള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്മ എന്നതിനാകെ പറയും അവിടെ നീലക്കൂരെന്ന് പറഞ്ഞാൽ ഇത്ര അപരാധിച്ചൊരു ചാനൽ കണ്ടവന്റെ ഊണ്ടിപ്പുറം എല്ലാ ചാനലും ഉണ്ട്. ഞാൻ പുതിയ പടത്തില് ഏതാ പടത്തിന് ഇമ്മാര് സീന് ഇമ്മാര് ഞാൻ കണ്ടൊരു വീഡിയോ എന്നാന്നറിയാം. ഒരു പുള്ളിക്കാരിയില്ലേ എന്നാ മറ്റേ ഇത് നമ്മളെന്നാണോ മറ്റേ വാഴയിലേക്കും കപ്പയിലേക്കൊക്കെ അമ്മായിമ്മക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരുടെ വീഡിയോ ചേച്ചി കോസ്റ്റ്യൂം സൂപ്പറാണ്. നീലക്കുണ്ട് കൊണക്കുന്നത് ഇവ എന്താണ് ഗേക്കുണ്ട് മറ്റേ കാളയും കളിപ്പില്ല ആരെങ്കിലും വരുമോ നോക്കിയിരിക്കുകയാണോ? ഒരു മൈരനും വരൂല. മോളെ കെട്ടണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പെണ്ണാണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടൊരു കണ്ട ഹിന്ദിക്കാരൻ പുണ്ട മക്കളെ മതി നിർത്ത. മോന്റെ ഊതി ഇവന്മാർക്കൊന്നും വേറെ പണിയില്ല. ഓരോരുത്തന്മാർക്കോ മോനെ ഇതാ മറ്റേ ആ പെരുമ്പാവൂരുള്ള ഒരു പാവപ്പെട്ട ഹിന്ദിക്കാരുണ്ട്. അവന്റെ അനിയനോ ചേട്ടനോ ആരാണ്ട് വെട്ടിക്കൊന്നു തിരുവനന്തപുരത്തുള്ള. അപ്പൊ അവന് അതായത് എന്നാ മാധ്യമമൊന്നും ഏറ്റെടുത്തില്ല. അവൻ പുറത്തോട്ട് അറിയിക്കാം. കേസിലെ പ്രതികളെ അകത്ത് കളയാൻ വേണ്ടി ഇതിന് ചെയ്തതാണ്. അവൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എടാ മോനെ ഈ കുറെ ഹിന്ദിക്കാരന്മാർ അറിയോ. ഇവ ഓരോരുത്തവരെ പേര് വെച്ചിട്ട് പറയാ അവൻ മറ്റാണ്, അവൻ മറിച്ചാണ്. ഇവന്റെ മെയിൻ പരിപാടി ഇതാ. ഇവ എല്ലാരും ഇഷ്ടമാ.
ഇതൊക്കെ ചുമ്മാ ഊമ്പന്മാർ. അയ്യോ ഊമ്പിയില്ല, ഇൻഷേരാൻ പോയി. മൈതാനത്താണ് കേട്ടോ എന്റെ ഫോണ്. Why don't you let people see the good in you? Guys, it's ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. ഇവനെ ഞാൻ പറഞ്ഞ ഈ വീഡിയോ തീരത്തില്ല, ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നി. ഒന്നും ഞാൻ പറയുന്നില്ല, ഈ വീഡിയോ തീരത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവനെ ഞാൻ അവധിക്ക് വെച്ചിരിക്കും. ഇവന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ എന്തെങ്കിലും ഒരു മാസം 2 മാസം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാർക്ക്, ഒരു ചെറിയ അട്രാക്ഷൻ സ്പാർക്ക് തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. നമ്മുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് ഒന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിക്കുന്ന ഒരു ജീവിയാണ് ബ്രോയിലർ കോഴികൾ. സത്യത്തിൽ ഇവർ 5 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ. എടാ റോസ് ഇട്ട് പോയ പെണ്ണിനെ കണ്ടായിരുന്നു. നിങ്ങൾ ഒന്നുകൂടെ പയ്യെ പുറകോട്ടാക്കിട്ട് നോക്കിയാൽ മതി. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ആ കൊച്ചിന്റെ ഇറക്കത്തിൽ, എന്തോ ഉണ്ട്. എനിക്ക് തോന്നിയതെന്തോ നമ്മൾ പറയും കാണിക്കാൻ കായംകുളം MLA യു പ്രതിഭയുടെ മകനടക്കം ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം തകഴി വിരിപ്പാലയിൽ നിന്നും കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയതാണ്. പുറമേ കണ്ടാൽ ടിപ്പർ ലോറി. എടാ ഇത് തിരിച്ചു വന്ന് ഇവിടെ ഇടിക്കത്തില്ല അല്ലേ? കാണാൻ തുടങ്ങിയ ഈ പെണ്ണെ കരച്ചില് മാത്രമേ ഉള്ളൂ. ഈ പെണ്ണിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കല്യാണം കഴിക്കാൻ ഗേൾസിനെ പറ്റി കുറച്ച് സങ്കല്പങ്ങൾ കാണത്തില്ലേ? ഒരു 15-20 കളറുള്ള കൊടിയുള്ള പോലിയാടി മക്കളെ, ഇവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എല്ലാ വീഡിയോക്കകത്ത് ഒന്നും പറയാനില്ല. പിന്നെ എന്നാണ്ട് ഇത് കാണുന്നത് LGBTയോ അണ്ടിക്യൂബിറ്റിയോ കഠിനാമയിരമായ കാര്യം. സമൂഹം വളരെ, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അവരുടെ എന്നാ അത് ശരിയല്ല. LGBT ഇതാണ് എന്റെ ഭാര്യ രമ. ജയദേവന്റെ ഒരു ആരാധ്യം കൂടിയാണ്. ബോംബെ എനിക്കും കാണണ്ടേ? എന്നെ കൂടി കൊണ്ടുപോയിക്കൂടെ? രമേ, ഞാൻ കാലത്ത് മുതൽ രാത്രി വരെ കോൺഫറൻസ് ആയി. നീ ഹോട്ടൽ റൂമിൽ തനിച്ചിരുന്നാൽ ബോറടിക്കില്ലേ? അടുത്ത തവണ കൊണ്ടു. ഇനിയും 2 മണിക്കൂർ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് കൊച്ചു വച്ചുണ്ടോ ഒന്നും പറയാൻ. ഈ പറിച്ച ഇൻസ്റ്റഗ്രാം പോകുന്നുണ്ടോടോ? എന്നെ അപരാധമാണ്. ഇവിടെ കിടന്നാണ് മറ്റേ കണ്ടാറോളി ആന്റിയോ? പെണ്ണില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനോടെല്ലാം പറയാനുള്ള, പെണ്ണില്ലേ ഊമ്പും, പെണ്ണുണ്ടേലും ഊമ്പും.
വേറൊന്നും പറയാനില്ല. ഇന്നത്തെ റിലേഷൻഷിപ്പ് നല്ലതാ, വേണം. പക്ഷെ ഊമ്പിയ റിലേഷൻഷിപ്പ് വേണം. വേണ്ടെന്നല്ല, ഊമ്പിയ റിലേഷൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ പോകുമ്പോൾ കുറേ നാളെ നമ്മളിങ്ങനെ കരയേണ്ടി വരും. കരയായിരിക്കുന്നേക്കാളും നല്ല What do you think about the need project? My video. Topic iko sawa. Na na hiyo format ya kuandika topic ilikuwaje? Format ya kuandika hiyo topic unaweza tumia hii ile wanasema ni method ya. ഏയ് പഠിക്കുന്ന Guys, ആ വീഡിയോ കൊള്ളായിരുന്നു. നിന്റെ ചേച്ചിക്ക് ഒരു ആലോചന വന്നു. നീ ഒന്ന് തിരക്ക്. മോളുടെ കല്യാണം ഈ മാസം ഉണ്ടാവും കേട്ടോ. എനിക്കറിയാലേ. ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ശരിയാക്കാൻ ചേട്ടാ ഒരുങ്ങിയോ? ഉടലും ഉയരും നീ മൂടിയ നേരം. வயிற்றுல பிறக்கனா என்னோட குழந்தவோ வயிற்றுல பிறக்கனா கடல் மேல மிதக்குற ഈ കുറെ മാനങ്ങൾ കാണാം. 2025 പെണ്ണില്ലല്ലോ, ഊമ്പിയിരിക്കുകയല്ല. പെണ്ണില്ലെങ്കിൽ പണിക്ക് പോകും. പണിക്ക് പോയിട്ട് എന്തെങ്കിലും വണ്ടി വാങ്ങിച്ചിരിക്കുക. ചുമ്മാ പെണ്ണില്ലെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മോനെ, കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ കൂട്ടുകാരുടെ റിയൽസുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. ശരി.